ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 128/2025 തിയേറ്റർ അസിസ്റ്റന്റ് അഡീഷണൽ മെയിൻസ് എക്സാമിനേഷൻ സ്റ്റോക്ക് കീപ്പർ മെയിൻ എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. സോ ചോദ്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യം, 7 സംഖ്യകളുടെ ശരാശരി 31 39 എന്ന സംഖ്യ കൂടി കൂട്ടിച്ചേർത്താൽ 8 സംഖ്യയുടെ ശരാശരി എത്രയാണ്? സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ 7 സംഖ്യയുടെ ശരാശരിയാണ് 31. സോ ഇതിനോട് കൂടി ഒരു 31 കൂടി കൂട്ടുവാണെങ്കിൽ 8 സംഖ്യയുടെ ശരാശരി എത്ര തന്നെ വരും? 31 തന്നെ വരും. അപ്പം ഈ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന സംഖ്യക്ക് ശരാശരിയുമായിട്ടുള്ള വ്യത്യാസം എത്രയാണ്? പുതിയതായി ആഡ് ചെയ്യുന്ന സംഖ്യക്ക് ശരാശരിയുമായിട്ടുള്ള വ്യത്യാസം 8 ആണ്. അപ്പം എത്ര സംഖ്യയുടെ ശരാശരി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 8 സംഖ്യയുടെ 8 ഡിവൈഡ് ബൈ 8 1. അപ്പൊ ഈ 31 കൂടി 1 കൂട്ടിയാൽ 32 ആയിരിക്കും. ഈ 39 ആഡ് ചെയ്തതിനു ശേഷം 8 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത്. ഇവിടെ പറയാം, 7 സംഖ്യയുടെ ശരാശരി 31. അതിനോട് കൂടി 39 കൂട്ടുന്നു. 31 കൂട്ടുവാണെങ്കിൽ ശരാശരി 31 ആയിട്ട് തന്നെ നിൽക്കും. കൂടെ എത്രയും കൂടി ഉണ്ട്? 8 കൂടിയുണ്ട്. 8 കൂടെ കൂട്ടുമ്പോൾ ശരാശരിയിൽ എന്താണ്? 8ന്റെ ഒരു ഭാഗം കൂടണം. എത്ര സംഖ്യയുടെ ശരാശരിയിൽ? 8 സംഖ്യയുടെ ശരാശരിയിൽ. അപ്പൊ 8 ഡിവൈഡ് ബൈ 8 1. അപ്പൊ 31 പ്ലസ് 1 32 ആയിരിക്കും ശരാശരി എന്ന് പറയുന്നത്. ബേസിക്കലി ചിലപ്പോൾ ഈ ട്രിക്കി മെത്തേഡ് മനസ്സിലായി കാണില്ല. അല്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ? 7 സംഖ്യയുടെ ശരാശരി 31 ആണെങ്കിൽ 7 സംഖ്യകളുടെ സമ്മ എന്ന് പറയുന്നത് 7 × 31 പ്ലസ് അതിനോട് കൂടി നമ്മൾ എന്ത് കൂട്ടുന്നു? 39 കൂടി കൂട്ടുന്നു. 39 കൂട്ടുന്നു. അപ്പൊ ടോട്ടലായി എത്ര സംഖ്യകളുടെ? 8 സംഖ്യകളുടെ ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അപ്പം 7 × 31 ദാറ്റ് ഈസ് 217 പ്ലസ് 39 ഡിവൈഡ് ബൈ 8 256 ഡിവൈഡ് ബൈ 8 32. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് √3. സോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 മൈനസ് √3 1 പ്ലസ് √3 √3 മൈനസ് അങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ കോംപ്ലക്സ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇതിന്റെ കോംപ്ലക്സിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ. അതായത് 1 മൈനസ് √3യുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് √3 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 ഡിവൈഡ് ബൈ 1 മൈനസ് √3യുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 പ്ലസ് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 പ്ലസ് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് നോക്കി, 1 മൈനസ് √3 ഇൻറ്റു 1 പ്ലസ് √3. അത് എന്ത് ഫോർമുല? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോർമുല. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്ന 1 മൈനസ് ബി സ്ക്വയർ √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 വരും. 1 മൈനസ് 3 = -2. നമുക്കിവിടെ എന്ത് കിട്ടി? 5 ഇൻറ്റു 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ -2 എന്ന് കിട്ടി. സോ ഇതെന്തുവാ? നത്തിങ് ബട്ട് minus 5/2 into 1 plus √3 -5/2 into 1 plus √3. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വൃത്താകൃതിയിൽ ഒരു കളിസ്ഥലത്തിന്റെ വ്യാസം 49 മീറ്റർ ആണ്. മീറ്ററിന് 40 പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിനുള്ള ചെലവ് എത്ര രൂപയാണ്? സോ ഒരു കളിസ്ഥലം വൃത്താകൃതിയിലാണ്. വ്യാസം 49 എന്ന് പറയുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 49 ഡിവൈഡ് ബൈ 2 എന്ന് വരും. വൃത്താകൃതിയിലുള്ള ചുറ്റുമാണ് വേലി ചുറ്റുന്നത്. ചുറ്റും വേലി ചുറ്റും എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കുക. ഒരു വൃത്തത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr. അതായത് 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22 ഡിവൈഡ് ബൈ 7. റേഡിയസ് എന്ന് പറയുന്നത് 49 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 7നെ 49 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇവിടെ 7 കിട്ടും. 2നെ 2നെയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 22 ഇൻറ്റു 7. അതാണ് എന്ത് വരിക? ഈ പറയപ്പെടുന്നതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഒരു മീറ്ററിന്റെ ചെലവ് എത്രയാ? 40 പൈസയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? 22 ഇൻറ്റു 7 ഇൻറ്റു 40. 22 ഇൻറ്റു 7 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 6160 പൈസ എന്ന് വരും. ബേസിക്കലി 100 പൈസയാണ് 1 രൂപ. ബേസിക്കലി 100 പൈസയാണ് 1 രൂപ. അപ്പൊ 6160 എത്ര രൂപയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 61 രൂപ 60 പൈസ എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ 61 രൂപ 60 പൈസ. അടുത്ത ചോദ്യം, 12% കിഴിവ് ലഭിച്ച ശേഷം ഒരാൾക്ക് 330 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങുന്നു എങ്കിൽ സൈക്കിളിന്റെ അടയാളപ്പെടുത്തിയ വില എത്ര? അതായത് സൈക്കിൾ ഒരു വില അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് അടയാളപ്പെടുത്തിയ വില അഥവാ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിനേക്കാൾ 12% ഡിസ്കൗണ്ട് കൊടുത്താണ് ഈ സാധനം വിൽക്കുന്ന 330 രൂപ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ
12% കുറയുന്നു. അപ്പൊ ടോട്ടൽ വാല്യൂ 100 ആണെങ്കിൽ 12% കുറയുന്നു എന്ന് പറയുമ്പോൾ 88 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നതാണ് എന്ത് 330 രൂപ എന്ന് പറയുന്നത്. 88നെ 31നെ 11 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 8 കിട്ടും, ഇവിടെ നമുക്ക് 3 കിട്ടും. അങ്ങനെയാണ് എങ്കിൽ 8നെയും 100നെ ക്യാൻസൽ ചെയ്താൽ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 4 ഡിവൈഡ് ബൈ 50 എന്ന് കിട്ടും. 2 കൊണ്ട് വീണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. 2 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. അപ്പൊ അതായത് മാർക്ക്ഡ് പ്രൈസ് ഈക്വൽ ടു വാട്ട്? മാർക്ക്ഡ് പ്രൈസ് എന്തെന്ന് വരും? 30 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 2 എന്ന് വരും. 30നെ 2 ക്യാൻസൽ ചെയ്താൽ 15. 15 ഇൻറ്റു 25 15 ഇൻറ്റു 25 375. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 81 റേസ് ടു -4 ഡിവൈഡ് ബൈ 729 റേസ് ടു 2 - x ഈക്വൽ ടു 9 റേസ് ടു 4x ആണെങ്കിൽ എക്സിന്റെ വില എന്ത്? 9 റേസ് ടു 4x ആണെങ്കിൽ എക്സിന്റെ വില എന്ത്? സോ 81 റേസ് ടു -4. അപ്പൊ 81 റേസ് ടു -4 എന്ന് പറയുന്നത് 81 എന്ന് പറഞ്ഞാൽ എന്താ? 3 റേസ് ടു 4 ആണ് 81. 3 9 27 81. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 3 റേസ് ടു 4 ഹോൾ റേസ് ടു -4 എന്ന് എഴുതാം. അപ്പൊ a റേസ് ടു x ഹോൾ റേസ് ടു y എന്ന് പറഞ്ഞാൽ a റേസ് ടു xy. പിന്നെ എന്ത് കിട്ടും? 3 റേസ് ടു -16 എന്ന് കിട്ടും. 3 റേസ് ടു -16 എന്ന് കിട്ടും. അടുത്ത എന്താ ഉള്ളത്? 729 റേസ് ടു 2 - x. 729 റേസ് ടു 2 - x. ഈ 729 എന്ന് പറയുന്നത് 3 റേസ് ടു 6 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? ഇതിനെ 3 റേസ് ടു 6 ഹോൾ റേസ് ടു 2 - x എന്ന് എഴുതാം. അപ്പൊ a റേസ് ടു x ഹോൾ റേസ് ടു y എന്ന് പറയുമ്പോൾ 3 റേസ് ടു 6 ഇൻറ്റു 2 - x, അതായത് 3 റേസ് ടു 12 - 6 എന്ന് കിട്ടും. 3 റേസ് ടു 12 - 6x എന്ന് കിട്ടും. സോ നമുക്ക് രണ്ടും കിട്ടി. ഇനി 9 റേസ് ടു 4x. ഈ 9 റേസ് ടു 4xനെ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഹോൾ റേസ് ടു 4x എന്ന് എഴുതാം. അതായത് 3 റേസ് ടു 8x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 റേസ് ടു 8x എന്ന് കിട്ടി. സോ നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് 81 റേസ് ടു -4നെ 3 റേസ് ടു -16 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 12 - 6x 3 റേസ് ടു 12 - 6x ഈക്വൽ ടു 3 റേസ് ടു 8x എന്ന് കിട്ടി. ഇനി 8 ഉള്ള ടേംസിനെ x ഉള്ള ടേമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ 3 റേസ് ടു -16 ഈക്വൽ ടു 3 റേസ് ടു 8x ഇൻറ്റു 3 റേസ് ടു 12 - 6x എന്ന് കിട്ടും. നമുക്കറിയാം a റേസ് ടു x ഇൻറ്റു a റേസ് ടു y എന്ന് പറയുന്നത് a റേസ് ടു x പ്ലസ് y ആണ്. അപ്പൊ 3 റേസ് ടു 8x ഇൻറ്റു 3 റേസ് ടു 12 - 6x എന്ന് പറയുന്നത് 3 റേസ് ടു 8x പ്ലസ് 12 - 6x. 8x നിന്ന് 6x കുറച്ചാൽ 2x കിട്ടും. അതായത് 3 റേസ് ടു 2x പ്ലസ് 12 എന്ന് വരും. അപ്പൊ 2x പ്ലസ് 12 ഈക്വൽ ടു വാട്ട്? 3 റേസ് ടു 16. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2x പ്ലസ് 12 ഈക്വൽ ടു -16. ദാറ്റ് ഈസ് 2x is equal to -28. x is equal to -14. എക്സിന്റെ വാല്യൂ എന്ത് വരും? -14 എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന നമ്പറിനെ എല്ലാം ഒരു ബേസ് നമ്പറിന്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിനെ കണ്ടുപിടിച്ചു. രണ്ട് ഫോർമുല ഉപയോഗിച്ചത് a റേസ് ടു x ഹോൾ റേസ് ടു y ഈക്വൽ ടു a റേസ് ടു xy. അതുപോലെ എന്താണ് ലൈക്ക് a റേസ് ടു x ഇൻറ്റു a റേസ് ടു y എന്ന് പറയുന്നത് a റേസ് ടു x പ്ലസ് y. ഈ രണ്ട് ഫോർമുലാസ് ആണ് നമ്മളിവിടെ കാര്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്തത് രണ്ട് സംഖ്യകളുടെ ലെസ്സാകും 108ഉം ഉസാഗ 9ഉമാണ്. രണ്ട് സംഖ്യകളിൽ ഒന്ന് 27 ആയാൽ മറ്റേ സംഖ്യ HCFും LCMും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. HCF ഇൻറ്റു LCM ആണ് ആ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. HCF എത്രയാന്ന് തന്നിട്ടുണ്ട്? 108. LCM എത്രയാന്ന് തന്നിട്ടുണ്ട്? 108. HCF എത്രയാന്ന് തന്നിട്ടുണ്ട്? 9 ഈക്വൽ ടു അതിലൊരു നമ്പർ 27 ആണ്. അടുത്ത നമ്പറിനെ x ആയിട്ട് അസ്യൂം ചെയ്താൽ ഈ പറയപ്പെടുന്ന 9നെയും 27നെ ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 3 കിട്ടും. 108നെയും 3നെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 36 കിട്ടും. therefore x is equal to 36. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 71 ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിലെ 7 ദിവസമാണ്. സോ ബേസിക്കലി ഓരോ 7 ദിവസം കൂടും തോറും എന്താണ് ആ ഡേ റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ 75 ദിവസം എന്ന് പറയുന്നതിനെ
70 പ്ലസ് 5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 70-നകത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തിങ്കളാഴ്ച വന്നു കഴിഞ്ഞു, പിന്നെ 5 ദിവസം കൂടി. അപ്പൊ തിങ്കൾ കഴിഞ്ഞ് 5 ദിവസം കൂടി മുമ്പോട്ട് എന്ന് പറയുന്നത് തിങ്കളിന് പുറകോട്ടേക്ക് 2 ദിവസം. തിങ്കൾ കഴിഞ്ഞ് 5 ദിവസം മുമ്പോട്ടേക്ക് എന്ന് പറയുന്നത് തിങ്കളിന് മുമ്പ് 2 ദിവസം പുറകോട്ടേക്ക്, കാരണം മൊത്തം ദിവസം 7. അപ്പൊ തിങ്കളിൽ നിന്ന് 2 ദിവസം പുറകോട്ടേക്ക് പോയാൽ ഞായർ, ശനി. അപ്പൊ എന്താണ്? 75 ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിൽ ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ചയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 2, 8, 18, 32. അടുത്ത ചെയ്യുന്നത് 2 + 6, 8, 8 + 10, 18, 18 + 14, 32. അപ്പൊ എന്താണ്? 6, 10, 14 റെഗുലർ ആയിട്ട് കൂടുന്നുണ്ട്. 6, 10, 14. അടുത്ത് എന്ത് വരും? 18 വരും. 32 + 18, 50. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം A 729, G 343, -S 27. ഓക്കെ, A 729, G 343 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? A കഴിഞ്ഞിട്ടുള്ള A, B, C, D, E, F, G. 6ാമത്തെ ലെറ്റർ ആണ് G എന്ന് പറയുന്നത്. ദെൻ ഈ പറയപ്പെടുന്ന 729 എന്ന് പറയുന്നത് 729 എന്ന് പറയുന്നത് 9ന്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബാണ്. ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? അടുത്തത് എസ് വരുന്നുണ്ട്. എസ് എന്താണ്? എസ് 27. 27 എന്ന് പറയുന്നത് എന്താ? 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. 9ന്റെ ക്യൂബ്, 7ന്റെ ക്യൂബ്. അപ്പൊ ഇവിടെ എന്ത് വരണം? 5ന്റെ ക്യൂബ് വേണം. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 125. എ കഴിഞ്ഞിട്ടുള്ള ജി 5ാമത്തെ ലെറ്റർ ആണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് എഴുതി നോക്കിയേ. ജി H I J K L M. എം എന്ന് പറയുന്നത് എന്താ? അടുത്ത 6ാമത്തെ ലെറ്റർ വരും. സോ എം 125. എമ്മിന് ശേഷം NOPQRS 6ാമത്തെ ലെറ്റർ ആണ് എസ്. അപ്പൊ സീക്വൻസ് മെയിൻറ്റെയിൻ ആണ്. ഇപ്പൊ ഇവിടെ ഫിൽ ചെയ്യേണ്ടത് എന്താണ്? എം 125. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 7 + 0.7 + 7.007 + 7.0007. ഇതിനെ കൂട്ടാൻ പറയുമ്പോൾ നമ്മൾ നിരത്തി പിടിച്ച് താഴോട്ട് എഴുതുക. 7 then 0.7 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത 0.007. അടുത്തത് 0.0007. ഇനി ഓരോന്നായിട്ട് കൂട്ടിക്ക്. 7 വന്നു, 7 വന്നു, 0 വന്നു, 7 വന്നു, 7 വന്നു. ഇപ്പൊ എന്ത് കിട്ടി? 7.7077. 7.7077. അതായത് ഓപ്ഷൻ 7.07. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച മാത്സ് പാർട്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് പാർട്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.